السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളെ, ഈ അതിസുന്ദരമായ അൽ മുറാഫഖയുടെ വേദിയിൽ ഹസ്നുൽ ഖുൽഖ് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള അടയാളമാണ് സ്വഭാവം എന്നുള്ളത്. ഒരു മുഅ്മിനായ മനുഷ്യനായാൽ അവൻ നല്ല സ്വഭാവത്തിന് ഉടമസ്ഥനായിരിക്കും. ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതല്ലേ ഖുർആൻ അല്ലാഹു തആല പറയുന്നത്, വ ഇന്നക ലഅലാ ഖുൽഖിൻ അദീം. നബിയെ, അങ്ങ് വന്നമായ സ്വഭാവത്തിനുടമയാണ്. وعن سهل بن معاذ رضي الله عنه أن رسول الله صلى الله عليه وسلم قال من قضم غيظا وهو قادر على أن ينفذه. പ്രതികാരം നടപടിക്ക് കടിയുണ്ടായിരിക്കെ ഒരു മനുഷ്യൻ തന്റെ കോപത്തെ അടക്കി നിർത്തിയാൽ അല്ലാഹു അസ്സ വജല്ല അലാ റൂസി ഖലായിഖി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിന്റെ ദിവസത്തിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നിന്ന് അല്പ ആൾക്കാർ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല വിളിച്ചുകൊണ്ട് ഹത്താ യുഗയ്യിറുല്ലാഹ മിൻ ഹൂറുൽ ഐനി മാ ശാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹൂറുൽ ഐനുകളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ആ ഒരു കൂട്ടം ആൾക്കാർക്ക് അല്ലാഹു തആല നൽകുമെന്ന് പഠിപ്പിച്ചു തന്നില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായാൽ ഞാൻ പറയട്ടെ, അല്ലാഹു തആല ഖുർആനിലൂടെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നില്ലേ, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. നിശ്ചയമായും അല്ലാഹു തആല സ്വബറുള്ളവരോടൊപ്പമാണ്. ഒരു ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഹബീബ് ഔസിനി യാ റസൂൽ, എനിക്ക് വല്ല ഉപദേശം നൽകണേ ഹബീബേ. അപ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരം നൽകുന്നു, ലാ തഗ്ളബ്, നീ ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. മറ്റൊരു പ്രാവശ്യം മനുഷ്യൻ ചോദിക്കുന്നു, മറത്തും മിറാറാ, മറ്റൊരു പ്രാവശ്യം എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണേ ഹബീബേ. അപ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഉത്തരം നൽകുന്നത്, ലാ തഗ്ളബ്, നീ ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. അതല്ലേ ബുസൂരി ഇമാം ബുർദയിൽ പാടുന്നത്, ഫഖൻ നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. നബിയെ, അങ്ങേക്കാൾ വന്നമായ സ്വഭാവത്തിനൊരുടമേ ദുനിയാവിലില്ല. അങ്ങേക്കാൾ മുമ്പ് വന്നിട്ടുള്ള എല്ലാ അമ്പിയാക്കളെക്കാളും അങ്ങയുടെ സ്വഭാവം വന്നമായതാണ്. അത് തന്നെ ഈ ലോകത്തിന്റെ ഇതിഹാസം എടുത്തു നോക്കിയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ര ഒരു നല്ല സ്വഭാവത്തിനുടമ ഞങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയില്ല. എത്ര പേരാണ് അവിടുത്തെ സ്വഭാവം മാത്രം കണ്ടുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചത്. അന്ന് സ്വഹാബത്തിന്റെ ഇതിഹാസം എടുത്തു നോക്കിയാലും ഈ കാലത്തിന് ജനത എടുത്തു നോക്കിയാലും അവിടുത്തെ സ്വഭാവം കണ്ടുകൊണ്ട് എത്ര പേരാണ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഒരു നല്ല മാർഗത്തിലോട് കൂടി ഞങ്ങൾ ജീവിക്കണം. അതാണല്ലേ അല്ലാഹു തആല ഭൂമി ലോകത്തിലേക്ക് മനുഷ്യന്മാരെ അയക്കുന്നത് അവനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണ്. അല്ലാഹു തആല ഇബാദത്ത് ചെയ്തുകൊണ്ട് നല്ലവരായ മുഅ്മിനായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.